ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40 എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരമാണ്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരമാണ്. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ ഭരണസിരാ കേന്ദ്രമാണ് തിരുവനന്തപുരം. അതുമാത്രമല്ല, ഒരുപാട് നല്ല സ്ഥലങ്ങൾ തിരുവനന്തപുരത്ത് കാണാനായിട്ടുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ആ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല, ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ മൃഗശാലയാണ്. കാരണം നമുക്ക് ഏത് ചുട്ടുപൊള്ളുന്ന ചൂടത്ത് ചെന്നാലും ഉച്ച സമയത്തൊക്കെ ആണേലും നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല ഒരു കൂളിംഗ് ആണ്. കാരണം നല്ല മരങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല മുളം കാടുകളുടെയും മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ എന്താ ഒരു നല്ല ഫീല്. AC-യിലിരിക്കുന്ന അതേ ഒരു ഫീല് നമുക്കവിടെ കിട്ടും. അവിടെ ധാരാളം ഇരിക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് നടക്കുന്നതിനിടയ്ക്കൊക്കെ റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിനകത്തേക്ക്, നമ്മൾ മൃഗശാലയ്ക്കകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കത് നല്ല രീതിയിലൊക്കെ ആസ്വദിച്ച് കാണാനാണെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ആ മൃഗശാലയിൽ കാണാനായിട്ട് നമുക്ക് ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തൊട്ട് അടുത്തായിട്ട് തന്നെ, ഈ മൃഗശാലയുടെ തൊട്ടടുത്തായിട്ട് തന്നെ, ഈ ക്യാമ്പസിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. അതായത് ക്യാൻറ്റീനാണ്. നമുക്ക് അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് കയറുകയാണെങ്കിൽ, നമുക്ക് അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ കയറുകയാണെങ്കിൽ നമുക്ക് അതിലെ കയറി കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാതൊക്കെയാണ് പോകുന്നെങ്കിൽ നമുക്ക് പിന്നീട് ഈ പറഞ്ഞ നമുക്ക് ഓടിപ്പോയി കണ്ട് പെട്ടെന്ന് ഇറങ്ങി വരേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് മുൻകൂർ ഞാൻ പറയുകയാണ്, ഫുഡൊക്കെ കഴിച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് വെള്ളമൊക്കെ കരുതി നമ്മളകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് പതുക്കെ ആസ്വദിച്ച് ഒരു 4-5 മണിക്കൂറൊക്കെ നല്ല രീതിയിലൊക്കെ കണ്ട് കാഴ്ച കാണാനുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ മൃഗശാല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒക്കെ ഒന്ന് പോകുക, കാണുക. നമ്മളുടെ ജീവിതത്തിൽ ഇതൊക്കെയാണ് ഒരു സന്തോഷമുള്ളത്. നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രധാനപ്പെട്ട പെരുന്നാൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുകയും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഒരു മനസ്സിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടും, സന്തോഷമൊക്കെ കിട്ടും. അപ്പം ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ജോലി ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെയുള്ള വിശേഷ അവസരങ്ങളിലൊക്കെ പോയി നമ്മൾ കുടുംബസമേതമൊക്കെ ഒന്ന് പോയി കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഒരു എനർജി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ഞാനിത് തുടക്കത്തിൽ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇനി ഞാൻ വീഡിയോസ് ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട്, പല പല മൃഗങ്ങളും മറ്റ് കാര്യങ്ങളും, പാമ്പുകളും ചിത്രശലഭങ്ങളും ഒക്കെയുണ്ട്, പക്ഷികളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഹമുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, പിന്നെ കുരങ്ങുകൾ പല വെറൈറ്റി ഉണ്ട്. പിന്നെ അങ്ങനെ പാമ്പുകളുടെയൊക്കെ വലിയ വലിയ ശേഖരം തന്നെ അവിടെ ഉണ്ട് കാണാനായിട്ട്. അതിനകത്തൊക്കെ അതിനുവേണ്ടി തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ ചിത്രശലഭങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം.
കാരണം ഇത് കാണാൻ നമുക്ക് പോയി കാണാൻ പറ്റിയ നല്ല ഒരു പ്ലേസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ തീർച്ചയായും ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി കാണുകയും നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷം കിട്ടുമെന്നേ. ഇതൊക്കെയല്ല നമ്മുടെ ജീവിതത്തിലുള്ള ഈ കുറച്ച് നാൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നാളെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം, താങ്ക് യു.